കാണുമ്പോഴാണ് നമുക്ക് ഭീതി തോന്നുന്നത്. കേരളത്തിൽ അനുകൂല സാഹചര്യമാണ്, എന്നിട്ടും നമുക്കൊരു വികസന മുരടിപ്പ് നേരിടുന്നുവെങ്കിൽ നമ്മുടെ മനോഭാവത്തിന്റെ മാത്രമാണോ പ്രശ്നം? അത് തന്നെയല്ലേ പ്രധാന കാര്യം. മനോഭാവം നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ലേമാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാത്രമല്ല, അത് മുകളിലത്തെ തട്ട് മുതൽ എങ്ങ് താഴെ വരെ, അല്ലെ താഴത്തെ തട്ട് മുതൽ മുകളിൽ വരെയുള്ള എല്ലാ മനോഭാവം അല്ലേ സുഹൃത്തെ നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്നത്, ഓരോ മനുഷ്യൻ രൂപാന്തരപ്പെടുത്തുന്നത്. പക്ഷേ മലയാളി നമുക്ക് ചുരുക്കി കണ്ടുകൂടാം. മലയാളി ഇപ്പോൾ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ പുറത്തുപോയി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ആ നാടുകളുടെ വികസനത്തിലെ പ്രധാനപ്പെട്ട വിഭവശേഷിയായി നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നു, അല്ലേ? നമ്മുടെ വൈദഗ്ധ്യം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് വലിയ പണവും കിട്ടുന്നു. അത് വിദേശ നാണ്യം എന്ന നിലയിൽ കേരളത്തിലേക്ക് എത്തുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ചലിക്കുന്നുണ്ട്. നമുക്ക് മറ്റു തടസ്സങ്ങളില്ലാതെ സുഖകരമായി ജീവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവകാശബോധത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ തന്നെ പുറത്തുപോയി നമ്മളൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു എന്ന് കരുതിയാലോ? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല. അത് നമ്മളുടെ ആവശ്യങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ സ്വത്വബോധം, നമ്മളുടെ ഈ അഭിമാനബോധം എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉണ്ടാക്കുകയും പൈസ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പശ്ചിമ ബംഗാളിൽ നിന്നോ ബീഹാറിൽ നിന്ന് ഇവിടെ ആൾ വന്ന് അവരുടെ കാര്യം നടത്തി ബംഗാളിലേക്ക് പൈസ അയക്കുന്നു എന്ന് അത് തന്നെയാണല്ലോ മറ്റൊരു. അവരിങ്ങോട്ട് വന്നപ്പോൾ നമ്മളിവിടുന്ന് വേറത്തേക്ക് പോയി. പക്ഷേ അതുപോലെയല്ല വിദേശ നാണ്യം എന്ന രൂപത്തിൽ വരുമ്പോഴുള്ള വ്യത്യാസം. നാണ്യത്തിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ മിടുക്കല്ല, ആ നാണ്യത്തിന്റെ ഗുണമാണ്. അപ്പോൾ ആളുടെ വിലയല്ലത്, ആ അയച്ച പൈസയുടെ മാത്രം ഗുണമാണ്. വീട്ടുകാർക്കും അത് തന്നെയാണ് ധാരണ. ഈ പൈസ റിസീവ് ചെയ്യുന്നവനും ഡോളറിനെ കാണുന്നത് പോലെ അല്ല അയച്ച ആളെ കാണുന്നത്. അത് ആ വ്യത്യാസമുണ്ട്, തിരിച്ചറിയണം. പ്രശ്നം ഇത് തന്നെയാണ്. നമുക്ക് എങ്ങനെയാണോ പശ്ചിമ ബംഗാളുകാരൻ, അങ്ങനെ തന്നെയാണ് അറബിക്ക് നമ്മളും. അങ്ങ് പറയുന്നതിനോടുള്ളൊരു വിയോജിപ്പ്, ഗൾഫ് മേഖലയിൽ നോക്കിയാൽ അവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യാസമ്പന്നരായ മലയാളികൾ വന്ന് അവിടെ ജോലി ചെയ്യുന്നു, അല്ലേ? ആ സമ്പ്രദായം മാറണം എന്ന് പറഞ്ഞ് അവിടെ തന്നെ ആവശ്യം ഉയരുന്നു. ഇതൊക്കെ നാം ഘട്ടം ഘട്ടമായി കണ്ടാണ്. അപ്പോൾ അങ്ങ് ഈ പറയുന്ന ബംഗാളിയെ നമ്മൾ കാണുന്ന പോലെയാണ് സായിപ്പ് നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ അറബി നമ്മളെ കാണുന്നത് പറയുന്നത് ശരിയാണോ? വളരെ ശരിയാണ്. കാരണം അവൻ്റെ വിദ്യാഭ്യാസമല്ല അവൻ്റെ പ്രശ്നം. വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ പോലും പണിക്ക് നീ വന്നിരിക്കുകയാണ് ഇവിടെ, അതാണ് കാണുന്നത്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ പണി എന്തൊക്കെയാണ് നീ ചെയ്യുന്നത്? എനിക്ക് ചെയ്യാൻ മടിയുള്ളതെല്ലാം നിന്നെക്കൊണ്ടാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഞാനത് കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. നല്ല ഔന്നത്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു 5-6% ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ നടക്കുന്ന ഒരു വലിയൊരു കുതിപ്പ് എന്ത് മേഖലയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ ഈ ഒരു വർഷം അനലൈസ് ചെയ്ത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം വലിയൊരു ശതമാനം